നമസ്കാരം. പറയുമ്പോൾ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ വലിയ പ്രശ്നമാകും. അപ്പോൾ പിന്നെ അതിനെ മിഴുങ്ങാൻ നോക്കും. ഇതാണ് ഇപ്പോൾ ചില മന്ത്രിമാരുടെ ഒരു രീതി, ഒരു സ്വഭാവമായി വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സജി ചെറിയാനെ കുറിച്ചാണ്. സജി ചെറിയാൻ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞ് വെട്ടിലായ കഥ നമുക്കറിയാം. ഭരണഘടനയെ വില കൽപ്പിക്കാതെ ഒരു മന്ത്രി, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രി ഭരണഘടനയെ അധിക്ഷേപിച്ചു എന്നായിരുന്നു അന്ന് ഉയർന്ന ആക്ഷേപമല്ല, അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കുറ്റം. അതിനനുസരിച്ച് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്നും കുറച്ചു കാലം ഇറങ്ങിപ്പോകേണ്ടി വന്നു. ആ സജി ചെറിയാൻ ഇപ്പോഴും അയാളുടെ വിടുവായിത്വം ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വികട സരസ്വതി കളിയാടുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് കേരളത്തിൻ്റെ എന്നുകൂടി നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. എന്തായാലും സജി ചെറിയാൻ ഇപ്പോൾ ആകെ വെട്ടിലായിരിക്കുകയാണ്. സജി ചെറിയാനെ ആദ്യമൊക്കെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ മിണ്ടാട്ടമില്ല. കാരണം ക്രിസ്തീയ സഭ മുഴുവനും സർക്കാരിന് എതിരായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലിമിസ് ബാവ, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ക്രിസ്തീയ സഭാ നേതാവ് ക്ലിമിസ് ബാവ കൃത്യമായി തന്നെ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, CPM-ഉമായിട്ടും സർക്കാരുമായിട്ടും ഇനി KCBC സഹകരിക്കില്ല. സജി ചെറിയാൻ തൻ്റെ പ്രസ്താവന, തൻ്റെ അഭിപ്രായം പിൻവലിക്കുന്നതുവരെ ആകെ വെട്ടിലായി സർക്കാർ. ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ഞങ്ങൾ മത മേലധ്യക്ഷന്മാർ പറയുന്നത് കേട്ടല്ല ഞങ്ങൾ ഭരിക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, അതുകൊണ്ട് 5 വോട്ട് നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറില്ല എന്നൊക്കെ ശബരിമല സമര കാലഘട്ടത്തിൽ വീമ്പിളക്കിയവരാണ് നമ്മൾ കണ്ടു. പിന്നീട് ഇവർ ഓരോരോ വീട്ടിനകത്ത് കയറി ഇറങ്ങി യാചിക്കുന്നത്, മാപ്പ് ചോദിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ക്ഷമിക്കണം, നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ആ കാലഘട്ടത്തിൽ പറഞ്ഞത് 5 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ മാറ്റമില്ല, ഞങ്ങൾ ഉറച്ചു തന്നെ നിൽക്കും, അത് സുപ്രീം കോടതി വിധിയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്, സ്ത്രീ സമത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അത് ഞങ്ങളുടെ നിലപാടാണ് എന്നൊക്കെ അന്ന് വീറോടെ പറഞ്ഞു. പിന്നെ പോയി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വീട് കയറി ഇറങ്ങി തെണ്ടുന്നത് നമ്മൾ കണ്ടു, മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതാണ് ഈ CPM എന്ന പ്രസ്ഥാനം. ഇപ്പോഴിതാ ക്ലിമിസ് ബാവ പറഞ്ഞതോടുകൂടി CPM ആകെ വിഷമത്തിലായി. സജി ചെറിയാൻ പറഞ്ഞതിനെ ഇന്നലെ വരെ ന്യായീകരിച്ചവർ ചാനലിൽ വന്നിരുന്നും, മുഖ്യമന്ത്രി പോലും ന്യായീകരിച്ചു, ചാനൽ വന്നിരുന്നവർ മുഴുവനും ന്യായീകരിച്ചു. പക്ഷേ ഇപ്പോഴിതാ കൊണ്ട് പ്ലേറ്റ് മാറ്റി, ഞങ്ങൾ നിലപാട് മാറ്റില്ല, അത് പിന്നെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നവന്മാരെ അടുത്ത് പോയിട്ട് ചെന്ന് വിരുന്ന് കഴിച്ചത് വൃത്തികെട്ട പരിപാടിയാണെന്ന് പറഞ്ഞ നിലപാട് ഞങ്ങൾ മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ മാറിയിരിക്കുന്നു. സജി ചെറിയാൻ പറഞ്ഞത് പരിശോധിക്കും, സജി ചെറിയാൻ പറഞ്ഞത് അവസരോചിതമായിട്ടില്ല എന്ന് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതാ മാധ്യമങ്ങളെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, സജി ചെറിയാൻ അബദ്ധം പറ്റിയിരിക്കുന്നു, സജി ചെറിയാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും എന്നു തന്നെയാണ്. അപ്പോൾ ക്രിസ്തീയ സഭാ മേലധ്യക്ഷൻ പറഞ്ഞത് കേട്ടപ്പോൾ ചെറിയ ഒരു ഭീഷണി, ഞങ്ങൾ ഇനി സഹകരിക്കുന്നില്ല എന്ന് മാത്രം ഒരു ചെറിയ ഭീഷണി പെടുത്തിയപ്പോൾ ഈ ഇരട്ടച്ചങ്കന്റെ കൂടെ ഉള്ളവരും വിരണ്ടുപോയി, പേടിച്ചുപോയി എന്നു തന്നെയാണ് കാണേണ്ടത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ പറയാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ക്രിസ്മസ് വിരുന്ന് മുഖ്യമന്ത്രി തയ്യാറാക്കിയിട്ടുണ്ട്, എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതിൽ ക്രിസ്തീയ ഈ മേലധ്യക്ഷന്മാരെയും ഈ ക്ലിമിസ് ബാവ ഉൾപ്പെടെയുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അവരിനി സർക്കാരുമായി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വിരുന്നിൽ പോലും പങ്കെടുക്കില്ല എന്നാണ്. അങ്ങനെ വിരുന്നിൽ പങ്കെടുക്കാതെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട്
ക്രിസ്മസ് വിരുന്നിൽ ഈ ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാർ പങ്കെടുക്കാതെ ഇരുന്നാൽ പിന്നെ എന്തിന് എന്ന ഒരു ചോദ്യം വരും. അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാകും. പിന്നെ ദേശീയ പത്രങ്ങളും ചാനലുകളും അത് വലിയ വാർത്തയാക്കും. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ക്രിസ്മസ് വിരുന്നിൽ ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാർ ബഹിഷ്കരിച്ചു എന്ന വാർത്ത വരും. അത് CPM-നും സർക്കാരിനും വലിയ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കി അങ്ങനെ സജി ചെറിയാനെ തിരുത്തി പറയാൻ ഇതാ CPM തയ്യാറായിരിക്കുന്നു.